നമസ്കാരം. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 പുതുവർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഖനന മേഖലയിൽ ഗവേഷണം നടത്തുന്നവർക്ക്, അവിടെ തൊഴിൽ ചെയ്യുന്നവർക്കും അവരുടെ ശ്രമങ്ങൾക്ക് വിജയം ലഭിക്കുന്നതിന് ധാരാളം സാധ്യത കാണുന്നു. അതുപോലെ അതിൽ അവർക്ക് വളരെയധികം സാമ്പത്തിക ഗുണങ്ങളും ലഭിക്കുന്നതാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക്, അതൊക്കെ പ്രൊമോഷൻ കാത്തിരിക്കുന്നവർക്കും അതിൽ ജോലി ചെയ്യാൻ വേണ്ടി പുതുതായിട്ട് നിയമനം കാത്തിരിക്കുന്നവർക്കും ഉടൻ തന്നെ നിയമനം ലഭിക്കുന്നതാണ്. അവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. പുരാവസ്തു വകുപ്പിൽ ഗവേഷണം നടത്തുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനും അതിൻ്റെ അതോറിറ്റി അത് അംഗീകരിക്കുന്നതിനും സാധിക്കും. അവർക്ക് അതുമൂലം പല ഗുണങ്ങളും സാമ്പത്തിക ലാഭങ്ങളും ഉണ്ടാകാൻ സാധിക്കുന്നു. ഹോമിയോപ്പതി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, മരുന്ന് നിർമ്മാണമായിരുന്നാലും ഡോക്ടർ ആയാലും മരുന്ന് വിതരണ മേഖലയിലായിരുന്നാലും അവർക്ക് വളരെ അനുകൂലമായ സമയമാണിത്. എൻജിനീയറിംഗ് വകുപ്പ് പഠിച്ച് ഇറങ്ങിയവർക്ക്, ബിടെക്, BE അങ്ങനെയുള്ള ഡിപ്ലോമ അതൊക്കെ പഠിച്ച് ഇറങ്ങിയ ആൾക്കാർക്ക് സ്വന്തമായി ബിസിനസ്സോ തൊഴിലോ ലഭിക്കുന്നതിന് അവർക്കൊരു സമയം വളരെ അനുകൂലമാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് തുടങ്ങുവാനും സാധിക്കും. നീതിന്യായം പഠിച്ചവർക്ക്, LLB, ML, PhD അതൊക്കെ പഠിച്ചവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർക്ക് ജോലി ലഭിക്കുന്നതിനും അവർക്ക് അഡ്വൈസറായും നിയമവകുപ്പിലും മറ്റും ജോലി ലഭിക്കുന്നതിനും മറ്റും സാധിക്കുന്നു. ബാങ്കുകളിലൊക്കെ ലീഗൽ അഡ്വൈസറായിട്ട് അവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത ധാരാളം കാണുന്നു. രാഷ്ട്രീയം തൊഴിലാക്കിയവർക്ക്, അതായത് പൊതുപ്രവർത്തകർക്ക് അവരുടെ കഴിവുകൾ ജനഹിതത്തിന് അനുസരിച്ച് ചെയ്യാനുള്ള ഒരു സമയമാണ്. അപ്പോഴും നിങ്ങൾ വളരെയധികം ശ്രമിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. വ്യവസായം, അതായത് ഇൻഡസ്ട്രിയോ പ്ലാന്റേഷനോ നടത്തുന്നവർക്ക്, വളരെ വലിയ തോട്ടങ്ങളൊക്കെ നടത്തുന്നവർക്ക് സർക്കാരിൽ നിന്നും ഈ വർഷം അവർക്ക് പലവിധ റിഡക്ഷനുകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. കപ്പലുകൾ, ബോട്ടുകൾ മുതലായ ജലവാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിക്കാർക്ക് വളരെ ഗുണമുള്ളൊരു സമയമാണ്. അവർക്ക് ധാരാളം ഓർഡറുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. കയറ്റുമതി കച്ചവടം ചെയ്യുന്നവർക്ക്, എന്തെങ്കിലും എക്സ്പോർട്ടിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ധാരാളം ഓർഡറുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. കലയുമായി പ്രവർത്തിക്കുന്നവർക്ക്, സിനിമാ നിർമ്മാണമായിരുന്നാലും അഭിനയമായിരുന്നാലും നാടക അഭിനയമായിരുന്നാലും അതിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാകുന്നു. മദ്യനിർമ്മാണം നടത്തുന്നവർക്ക്, അതായത് മദ്യം നിർമ്മിക്കുകയും അത് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ വിതരണം ചെയ്യുകയും ചെയ്യുന്നവർക്ക് വളരെ ഗുണമുള്ളൊരു സമയമാണ്. മദ്യവിൽപ്പന തൊഴിലാളികൾക്കും അവരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിന് കൂട്ടിക്കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും മുതലാളികൾക്കും സമയം വളരെയധികം നല്ലതാണ്. അവർക്ക് വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു. അവരുടെ ജോലികൾ വേഗം, കൺസ്ട്രക്ഷൻ ജോലികൾ വേഗം അവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നു. പാലമായിരുന്നാലും കെട്ടിടങ്ങളായിരുന്നാലും റോഡുകളായിരുന്നാലും എല്ലാം വേഗം പൂർത്തിയാക്കാൻ സാധിക്കുന്നു. യൂണിഫോം സർവീസിലുള്ള എല്ലാ പേർക്കും ഗുണപ്പെട്ട രീതിയിൽ വേതനം കൂട്ടിക്കിട്ടേണ്ട സാധ്യത കാണുന്നു. മത്സ്യവ്യാപാരം നടത്തുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു സമയമാണ്. വെള്ളി സ്വർണ്ണ വ്യാപാരികൾക്കും സമയം വളരെയധികം നല്ലതാകുന്നു. അവർക്കും വിൽപ്പന ധാരാളം നടക്കാം. അതുവഴി അവർക്ക് ധാരാളം ലാഭം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. നിങ്ങൾ ഒന്ന് മനസ്സ് ഇരുത്തി ശ്രമിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് മോശമായ കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കി അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് നിങ്ങൾക്ക് സ്വയം ശ്രമിക്കാവുന്നതാണ്. അശ്രദ്ധ മൂലം പലതും നശിക്കാനുള്ള സാധ്യത കാണുന്നു. ധനനാശം വരാം, വസ്തുവകകൾ നശിക്കാം. അത്രയ്ക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ വന്നാൽ മാത്രം നിങ്ങൾ വസ്തുവകകൾ വിൽക്കുക, അല്ലെങ്കിൽ വിൽക്കരുത്. ചീട്ടുകളി, സ്ത്രീസേവ, മദ്യപാനം, ഓൺലൈൻ കളിയിൽ ഇവയിൽ നിന്നും എല്ലാം നിങ്ങൾ വിട്ടുനിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായ നഷ്ടം നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതെല്ലാം ചൂതാട്ടത്തിൽ പെടുന്നതാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാര്യാഭർത്തൃ ജീവിതം തന്നെ തകരാറിലാവാം. അത് ഡിവേഴ്സിലോ കേസിലോ ഒക്കെ വരേണ്ട സാധ്യത കാണുന്നു. പല വ്യാധികൾ, അതായത് പകർച്ചവ്യാധികൾ നിങ്ങൾക്ക് പിടിക്കേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് പകർച്ചവ്യാധികൾ വരാതെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കണ്ണിന് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. പിത്തരസങ്ങൾക്കും രോഗം ആ പിത്തം രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾക്ക് ചില തകരാറുകൾ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ വൈദ്യപരിശോധനയ്ക്ക് നിങ്ങൾ വിധേയമാകുക.
മാനസിക രോഗത്തിന് ചികിത്സ ഉള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന വിനോദയാത്രകളിലും മറ്റും നിങ്ങൾ പോകുന്നത് വളരെ ഗുണം ചെയ്യുന്നൊരു സമയമാണ്. ആരോടും വഴക്കിനും വാക്കുതർക്കത്തിനും നിങ്ങൾ പോകാതിരിക്കുക. പോയാൽ നിങ്ങൾക്ക് മാനഹാനി, ധനനഷ്ടം, മറ്റു പാഴ്ചെലവുകൾ, ജയിൽവാസം എന്നിവ വരേണ്ട സാധ്യത നിങ്ങളുടെ ജാതകത്തിലുണ്ട്. ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട. കൂടാതെ വഴക്കുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി മധ്യസ്ഥം പറയാൻ പോകരുത്. അത് ശത്രുതയ്ക്ക് നിങ്ങൾക്ക് കാരണമാകും. അതുപോലെ കള്ളസാക്ഷി പറയാനും പോകരുത്. ചിലത് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കുക നല്ലതായിരിക്കും. ആരുടെയും കുടുംബകാര്യങ്ങൾ, അന്യരുടെ കുടുംബത്തിൽ ഇടപെടാൻ പോകരുത്. പോയാൽ ആ കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും നിങ്ങളുടെ ചുമലിൽ അവർ വയ്ക്കുന്നതാണ്. ശ്രദ്ധിക്കുക. വഴിയെ പോയ പാമ്പിനെ എടുത്ത് തോളിൽ വയ്ക്കാൻ ശ്രമിക്കരുത്. കൂട്ടു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നല്ല പഠിച്ചതും അറിവുള്ളതുമായ ഒരു ജ്യോതിഷാചാര്യനെ നിങ്ങൾ സമീപിച്ച് ഇപ്പോഴത്തെ സമയം അനുകൂലമാണോ അതോ നമ്മുടെ ബിസിനസ് പങ്കാളിയായിട്ട് വരുന്ന ആളിൻ്റെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടുക. വേണ്ടി വന്നാൽ 2-3 ജ്യോതിഷികളുടെ അഭിപ്രായം തേടുന്നതും വളരെ നല്ലതായിരിക്കും. നിങ്ങൾ വൻകിട ബിസിനസ് ചെയ്യുവാൻ പോകുന്നുവെങ്കിൽ വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗുണം ധാരാളം ലഭിക്കും. വലിയ സ്ഥാപനങ്ങൾ ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും അഭിവൃദ്ധിയിലേക്ക് പോകുന്നതിൻ്റെ രഹസ്യം അവരുടെ കുടുംബ ജ്യോതിഷൻ്റെ പങ്കും അതിൽ വലിയൊരു പങ്കും അത് കൂടിയുണ്ട്. രാഹു കേതു മാറ്റം പൂർണ്ണമായും ദോഷം തന്നെയാകുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടം വരാം, ആപത്തുകളും വരാം. ഗുരുവിൻ്റെ എല്ലാം ഉണ്ടെങ്കിലും, അതായത് ഇപ്പോൾ ഗുരുവിൻ്റെ മാറ്റം എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് അനുഭവിക്കാൻ യോഗമില്ല. അവിടെയൊക്കെ ഞാൻ കാണുന്നത് ഒരു ഫ്രീസിങ് വരാൻ, അതായത് നിങ്ങളുടെ സമ്പത്തും മറ്റുമെല്ലാം ഒരു ഫ്രീസ് ചെയ്യേണ്ട സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീഴ്ചയിൽ സന്തോഷിക്കാൻ ആളുകളുണ്ടാകും, പക്ഷേ ഉയർച്ചയിൽ അവരെല്ലാം അസൂയാലുക്കളാകാം. ബിസിനസ് രഹസ്യങ്ങൾ, ജോലിയുടെ രഹസ്യങ്ങളൊന്നും പുറത്തു വിടരുത്. സർക്കാർ ടാക്സ്, GST മുതലായ കൃത്യമായി അടയ്ക്കുക. ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക. അതുപോലെ അമിതമായി അവിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക. മോട്ടിവേഷൻ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ഈ കാലഘട്ടത്തിൽ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഞാൻ പ്രവചിച്ച ഗുണഫലങ്ങളെ എല്ലാം തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട യോഗം നിങ്ങളുടെ ഇതിൽ കാണുന്നു. നിങ്ങളുടെ പഞ്ചഭൂതങ്ങളിൽ ഭൂതമായ വായുവിനെ, അതായത് വായുദേവനെ നിങ്ങൾ വന്ദിക്കുക. അദ്ദേഹത്തിൻ്റെ നാമജപങ്ങളോ ഗായത്രിയോ ചൊല്ലുക. നിങ്ങളുടെ മൃഗമായ കാളയെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത്. നിങ്ങളുടെ പക്ഷിയായ കോഴിയെ വളർത്തുക. നിങ്ങളുടെ വൃക്ഷമായ പ്ലാവിനെ നട്ട് പരിപാലിക്കുക, വന്ദിക്കുക. വളരെയധികം ഗുണങ്ങൾ ചെയ്യും. ഇഷ്ടദൈവമായ ശിവഭഗവാനെയും മഹാവിഷ്ണുവിനെയും നിങ്ങൾ ആരാധിക്കുക. ഞായറാഴ്ചയും ഉത്രാടവും വരുന്ന ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയാൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞായറാഴ്ച വീട്ടിലുള്ള ദിവസം വ്രതം നോക്കുന്നതും വളരെയധികം നല്ലതാകുന്നു. 2 ഭഗവാന്മാരുടെയും അംശമായ അയ്യപ്പസ്വാമിയെ ശരണം പ്രാപിക്കുന്നതും വളരെ ഗുണം ലഭിക്കുന്നു. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടെ ഉള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ എല്ലാവിധ ആയുസ്, ആരോഗ്യ, സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായതോ ജ്യോതിഷപരമായതോ പൂജാപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള നിങ്ങളുടെ സംശയങ്ങൾ മാറുന്നതിന് എന്നെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. തീർച്ചയായും എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.